അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഏറെ ആദരണീയരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പത്നിമാർ ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളുടെ ചരിത്രമാണ് നാം പഠിച്ചു വരുന്നത്. കഴിഞ്ഞ ക്ലാസ്സുകളിലായി ഖദീജ റളിയല്ലാഹു അൻഹയുടെയും സൗദ റളിയല്ലാഹു അൻഹയുടെയും ആയിഷ റളിയല്ലാഹു അൻഹയുടെ ജീവിതത്തിലെ ചെറിയൊരു ചരിത്രങ്ങൾ നാം മനസ്സിലാക്കുകയുണ്ടായി. ഇന്ന് ഇൻഷാ അല്ലാഹ് ആയിഷ റളിയല്ലാഹു അൻഹയുടെ ജീവിതത്തിലെ പ്രത്യേകതകളാണ് ഇൻഷാ അല്ലാഹ് നാം മനസ്സിലാക്കാൻ പോകുന്നത്. ചരിത്രം നാം പരിശോധിച്ചിട്ടുണ്ടെങ്കിൽ ധാരാളം പ്രത്യേകതകളുള്ള ഒരു മഹദിയാണ് ആയിഷ റളിയല്ലാഹു അൻഹ എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. ആയിഷ റളിയല്ലാഹു അൻഹ തന്നെ പറയുന്ന ഒരു അസറിൽ നമുക്ക് കാണുവാൻ സാധിക്കും, ഇന്ന ഫിയ സബ്ഉ ഖിസാലിൻ മാ ഹുന്ന ഫി വാഹിദത്തിൻ മിൻ അസ്വാജിഹി. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറ്റു പത്നിമാർക്കില്ലാത്ത 7 പ്രത്യേകതകൾ എനിക്കുണ്ട് എന്ന്. എന്നിട്ട് അവർ ഒന്നാമതായി കൊണ്ട് പറഞ്ഞു, തസവ്വജനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ബിക്റൻ വലം യതസവ്വജ് ബിക്റൻ ഗൈരി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്നെ കല്യാണം കഴിച്ചത് ഞാൻ കന്യകയായൊരവസ്ഥയിലാണ്. മറ്റൊരു കന്യകയെയും അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പത്നിയായിക്കൊണ്ട് സ്വീകരിച്ചിട്ടില്ല. രണ്ടാമതായിക്കൊണ്ട് പറഞ്ഞു, വആതാഹു ജിബ്രീലു ബിസൂറതി ഖബ്ല അൻ യതസവ്വജനി. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്നെ വിവാഹം കഴിക്കുന്നതിന് മുമ്പ് ഞാൻ റസൂലിൻ്റെ ഭാര്യയാകുമെന്നുള്ള ഒരു അറിയിപ്പുമായിക്കൊണ്ട് എൻ്റെ ഒരു സൂറത്ത്, എൻ്റെ ഒരു പിക്ചറുമായിക്കൊണ്ട് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ അടുക്കലേക്ക് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം കല്യാണത്തിന് മുമ്പ് വന്നിട്ടുണ്ട്. അത് എനിക്കുള്ളൊരു പ്രത്യേകതയാണ്, മറ്റൊരു റസൂലിൻ്റെ പത്നിമാർക്കും ഇല്ലാത്ത എനിക്ക് പ്രത്യേകമായിട്ടുള്ളൊരു കാര്യമാണ് എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയുണ്ടായി. മൂന്നാമതായിക്കൊണ്ട് അവർ പറഞ്ഞു, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സിദ്ദീഖിൻ്റെയും ഖലീഫയുടെയും മകളാണ് എന്നുള്ളതാണ്. നാലാമതായിക്കൊണ്ട് പറഞ്ഞു, എൻ്റെ മാറിൽ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തല ചായ്ച്ചുകൊണ്ടാണ് മരണപ്പെട്ടത്. അതുപോലെ തന്നെ എൻ്റെ വീട്ടിൽ വെച്ചുകൊണ്ടാണ്, എൻ്റെ ദിവസം എൻ്റെ ഹുജറയിൽ വെച്ചുകൊണ്ടാണ് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ മരണപ്പെട്ടത് എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ അവരുടെ പ്രത്യേകതയായിക്കൊണ്ട് പറയുമായിരുന്നു. അതുപോലെ തന്നെ ആയിഷ റളിയല്ലാഹു അൻഹ അവരുടെ പ്രത്യേകതയായിക്കൊണ്ട് പറയുന്ന മറ്റൊരു വിഷയം, എൻ്റെ വിഷയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൻ നൂറിലെ 16ഓളം ആയത്തുകൾ അവതരിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളത്. ഇൻഷാ അല്ലാഹ് ആ ഒരു ചരിത്രം നാം ഇന്നത്തെ ക്ലാസ്സിൻ്റെ അവസാനത്തിൽ മനസ്സിലാക്കുന്നതായിരിക്കും. ഏഴാമതായിക്കൊണ്ട് അവർ പറയുമായിരുന്നു, അള്ളാഹു സുബ്ഹാനഹു വ തആല എനിക്ക് റിസ്കുൻ കരീമുൻ മഗ്ഫിറത്തും വാഗ്ദാനം ചെയ്തിട്ടുണ്ട് എന്ന്. ആ 16ഓളം ആയത്തുകൾ നാം പരിശോധിച്ചിട്ടുണ്ടെങ്കിൽ ആയിഷ റളിയല്ലാഹു അൻഹയ്ക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകുന്നൊരു വാഗ്ദാനമാണ്, വിശിഷ്ടമായ ഉപജീവനവും അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നുള്ള മഗ്ഫിറത്തും അള്ളാഹു സുബ്ഹാനഹു വ തആല ആയിഷ റളിയല്ലാഹു അൻഹയ്ക്ക് വാഗ്ദാനം ചെയ്തിട്ടുണ്ട് എന്നുള്ളത്. ഇത് അവരുടെ പ്രത്യേകതയായിക്കൊണ്ട് ആയിഷ റളിയല്ലാഹു അൻഹ പറയാറുള്ള കാര്യമായിരുന്നു എന്നുള്ളതാണ്. ഇനി ഹദീസുകൾ നാം പരിശോധിച്ചിട്ടുണ്ടെങ്കിലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചില പ്രത്യേകതകൾ ആയിഷ റളിയല്ലാഹു അൻഹയ്ക്ക് ആയിഷ റളിയല്ലാഹു അൻഹയുടെ വിഷയത്തിൽ പറഞ്ഞതായിക്കൊണ്ട് നമുക്ക് കാണുവാൻ സാധിക്കും. ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നുണ്ട്, കമുല മിന റിജാലി കസീർ. പുരുഷന്മാരിൽ നിന്നും പൂർണ്ണത കൈവരിച്ച ധാരാളം ആളുകളുണ്ട്, പക്ഷേ വലം യക്മുൽ മിനൻ നിസാഇ ഇല്ലാ മറിയം വ ആസിയ ഇംറഅത്ത് ഫിർഔൻ. സ്ത്രീകളിൽ നിന്നും പൂർണ്ണത കൈവരിച്ചിട്ടുള്ളത് അത് ആസിയ റളിയല്ലാഹു അൻഹയും അതുപോലെ തന്നെ മറിയം അലൈഹിസ്സലാത്തു വസ്സലാമുമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയുണ്ടായി. ആ ഹദീസിൻ്റെ അവസാനത്തിൽ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, ഫദ്ലു ആയിഷ അല നിസാഇ കഫദ്ലി തരീദി അലാ സായിരി ത്വആം. ആയിഷ റളിയല്ലാഹു അൻഹയുടെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റുള്ള ഭക്ഷണത്തിൽ നിന്നെല്ലാം സരീദിന് എത്രമാത്രം ശ്രേഷ്ഠതയുണ്ടോ അതേപോലെയാണ് മറ്റുള്ള സ്ത്രീകളിൽ നിന്നും ആയിഷ റളിയല്ലാഹു അൻഹയ്ക്കുള്ള സ്ഥാനവും ശ്രേഷ്ഠതയും എന്നുള്ളത്. അറബികളുടെ ഇടയിൽ ഏറെ വിശിഷ്ടമായൊരു ഭക്ഷണമാണ് സെരീദ് എന്നുള്ളത്. ആ സെരീദിനോടാണ്
ആയിഷ റളിയല്ലാഹു അൻഹയെ ഉപമിച്ചത്. അവരുടെ പ്രത്യേകതയും അവരുടെ ശ്രേഷ്ഠതയുമാണ് ആ ഹദീസിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്. അതുപോലെ തന്നെ ഒരിക്കൽ അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കിലേക്ക് കടന്നു വന്നുകൊണ്ട് ചോദിക്കുന്നുണ്ട്, യാ റസൂൽ അല്ലാഹ്, മൻ അഹബ്ബുൻ നാസി ഇലൈക്, താങ്കൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വ്യക്തി ആരാണ് എന്ന്. ആയിഷ റളിയല്ലാഹു അൻഹയുടെ പേരാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആ ഒരു സന്ദർഭത്തിൽ പറഞ്ഞത് ആയിഷ എന്നാണ്. വീണ്ടും അദ്ദേഹം ചോദിച്ചു, മിന റിജാൽ, ആണുങ്ങളുടെ കൂട്ടത്തിൽ നിന്നും പുരുഷന്മാരുടെ കൂട്ടത്തിൽ നിന്നും താങ്കൾക്ക് ഏറ്റവും ഇഷ്ടം ആരെയാണ് എന്ന്. അത് ആയിഷ റളിയല്ലാഹു അൻഹയുടെ പിതാവായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിൻ്റെ പേരാണ് എന്നെല്ലാം നമുക്ക് ആ ഹദീസിൽ കാണുവാൻ സാധിക്കും. അത് അവരുടെ ഒരു പ്രത്യേകതയാണ്. അള്ളാഹുവിൻ്റെ റസൂലിന് ഏറ്റവും ഇഷ്ടമുണ്ടായിരുന്ന ഒരു വ്യക്തിയായിരുന്നു ആയിഷ റളിയല്ലാഹു അൻഹ. അതുപോലെ തന്നെ മറ്റ് വലിയൊരു ശ്രേഷ്ഠതയാണ്, പ്രത്യേകതയാണ് ആയിഷ റളിയല്ലാഹു അൻഹയുടെ വിഷയത്തിൽ സൂറത്തു നൂറിൽ 16ഓളം ആയത്തുകൾ അവതരിപ്പിച്ചു എന്നുള്ളത്. എന്താണ് ആ ഒരു വിഷയം? നമുക്കെല്ലാവർക്കും അറിയുന്ന ഒരു ചരിത്രമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പത്നിയായ ആയിഷ റളിയല്ലാഹു അൻഹയെ കുറിച്ച് മുനാഫിഖീങ്ങൾ മദീനയിൽ വലിയ രൂപത്തിലുള്ള ഒരു വ്യഭിചാരോപണം കാട്ടുതീ പോലെ അവർ പടർത്തുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ബനൂ മുസ്തലിഖ് യുദ്ധത്തിന് വേണ്ടി പോകുമ്പോൾ റസൂലിൻ്റെ പത്നിമാരിൽ നിന്നും ആയിഷ റളിയല്ലാഹു അൻഹയെയാണ് കൊണ്ടുപോകുന്നത്. എല്ലാ യാത്രയിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പത്നിമാരെ കൊണ്ടുപോകുമായിരുന്നു. നറുക്കെടുപ്പിലൂടെയായിരുന്നു ആരെയാണ് എന്ന് തീരുമാനിച്ചിരുന്നത്. അങ്ങനെ ബനൂ മുസ്തലിഖ് യുദ്ധം കഴിഞ്ഞ് തിരിച്ചു വരുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബാക്കളും വിശ്രമിക്കുവാൻ വേണ്ടി ഒരു സ്ഥലത്ത് തമ്പടിച്ചു. ആ സമയത്ത് ആയിഷ റളിയല്ലാഹു അൻഹ താൻ സഞ്ചരിച്ചിരുന്ന ഒരു ഒട്ടകക്കട്ടിലിൽ നിന്നും തൻ്റെ ആവശ്യ നിർവഹണത്തിന് വേണ്ടി കൊണ്ട് അവർ താഴേക്ക് ഇറങ്ങി. അവർ തൻ്റെ മലമൂത്ര വിസർജനം നിർവഹിക്കുവാൻ വേണ്ടി പുറത്തേക്ക് പോയി. തിരിച്ചു വന്നപ്പോഴാണ് നഷ്ടപ്പെട്ടു പോയ മാലയെക്കുറിച്ച് ഓർക്കുന്നത്. വീണ്ടും ആ ഒരു സ്ഥലത്തേക്ക് പോയി തിരിച്ചു വരുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബാക്കളും യാത്ര തിരിച്ചിട്ടുണ്ട് എന്നുള്ളത് അവർക്ക് ബോധ്യമായി. എവിടെയായിരുന്നു ആ ഒട്ടകവും ഒട്ടകക്കട്ടിലും ഉണ്ടായിരുന്നത്, അവിടെ തന്നെ ആയിഷ റളിയല്ലാഹു അൻഹ നിലയുറപ്പിച്ചു. അള്ളാഹുവിൻ്റെ റസൂലും സ്വഹാബാക്കളും തന്നെ തിരഞ്ഞുകൊണ്ട് വരുമെന്നുള്ള ഒരു പ്രതീക്ഷയിലായിരുന്നു. ഒരല്പം സമയം കാത്തിരുന്നപ്പോൾ യാത്രാക്ഷീണം കാരണം ആയിഷ റളിയല്ലാഹു അൻഹയുടെ കണ്ണുകൾ അടഞ്ഞുപോയി, ഉറങ്ങിപ്പോയി അവർ. തുടർന്ന് അവർ പെട്ടെന്ന് ഉറക്കിൽ നിന്ന് എഴുന്നേറ്റപ്പോൾ അതല്ലെങ്കിൽ ഒരു ശബ്ദം കേൾക്കുകയാണ്, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്നുള്ള. മഹാനായ സഫ്വാൻ ഇബ്നു മുഅത്തൽ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആ ഒരു സൈന്യത്തിൻ്റെ ഏറ്റവും പിറകിലായിക്കൊണ്ട് അവിടുത്തെ കാര്യങ്ങളെല്ലാം നിരീക്ഷിക്കുവാൻ വേണ്ടി ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത് ഒരു സ്വഹാബിയായിരുന്നു. അദ്ദേഹം അവസാനമാണ് മദീനയിലേക്ക് പുറപ്പെട്ടിരുന്നത്. അങ്ങനെ അദ്ദേഹം തിരിച്ചു വരുന്ന സമയത്ത് ആയിഷ റളിയല്ലാഹു അൻഹ ഒറ്റയ്ക്കിരിക്കുന്നത് കണ്ടപ്പോൾ അദ്ദേഹം ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറയുകയാണ്. മറ്റൊരു വാക്ക് പോലും സഫ്വാൻ ഇബ്നു മുഅത്തൽ റളിയല്ലാഹു അൻഹു ആയിഷ റളിയല്ലാഹു അൻഹയോട് പറഞ്ഞിട്ടില്ല. ഹിജാബിൻ്റെ ആയത്ത് അവതീർണമാകുന്നതിന് മുമ്പ് ആയിഷ റളിയല്ലാഹു അൻഹയെ സഫ്വാൻ റളിയല്ലാഹു അൻഹു കണ്ടതുകൊണ്ട് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പത്നി ആയിഷയാണ് എന്നവർക്ക് ബോധ്യപ്പെട്ടു. ഇതേക്കുറിച്ച് ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, വല്ലാഹി മാ യുകല്ലിമുനാ കലിമ, എന്നോടൊരു വാക്ക് പോലും പറഞ്ഞിട്ടില്ല. വലാ സമിഅതു മിൻഹു കലിമതൻ ഗൈറ ഇസ്തിർജാഇഹി, അദ്ദേഹത്തിൽ നിന്നും ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്നുള്ള വാക്കല്ലാതെ മറ്റൊന്നും ഞാൻ കേട്ടിട്ടില്ല എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാണ്. തുടർന്ന് താൻ സഞ്ചരിച്ചിരുന്ന ഒട്ടകപ്പുറത്ത് ആയിഷ റളിയല്ലാഹു അൻഹയെ കയറ്റി സഫ്വാൻ ഇബ്നു മുഅത്തൽ റളിയല്ലാഹു അൻഹു കാൽനടയായിക്കൊണ്ട് അദ്ദേഹം മദീനയിലേക്ക് ആയിഷ റളിയല്ലാഹു അൻഹയെ സുരക്ഷിതമായി എത്തിക്കുവാൻ വേണ്ടി യാത്ര തിരിച്ചു. ഈ ഒരു സന്ദർഭത്തിൽ ഈ ഒരു അവസരം മുതലെടുത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും ഇസ്ലാമിനെയും പ്രയാസപ്പെടുത്തുവാനും തകർക്കുവാനും തക്കം നോക്കി നിന്നിരുന്ന മുനാഫിഖീങ്ങളുടെ നേതാവ് അബ്ദുല്ലാഹി ഇബ്നു ഉബൈ ഇബ്നു സുലൂൽ എന്നുള്ള വ്യക്തി, അദ്ദേഹം ആയിഷ റളിയല്ലാഹു അൻഹയെ കുറിച്ചും അതുപോലെ തന്നെ സഫ്വാൻ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ചും വലിയ രൂപത്തിലുള്ള ഒരു വ്യഭിചാരോപണം മദീനയിൽ പടർത്തുകയാണ്. കാട്ടുതീ പോലെ അത് മദീനയിൽ പടർന്നു. ചില സ്വഹാബാക്കൾ പോലും ആ ഒരു ആരോപണം പ്രചരിപ്പിക്കുന്നതിൽ പങ്കാളികളായിരുന്നു എന്ന് ചരിത്രത്തിൽ നിന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. പക്ഷേ ഈ ഒരു സാഹചര്യത്തിൽ
ഈ ഒരു അപവാദ പ്രചാരണത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പത്നിമാരും അതുപോലെ തന്നെ മുതിർന്ന സ്വഹാബാക്കളും അവർ പരിപൂർണമായി കൊണ്ട് വിട്ടുനിന്നിരുന്നു. അവർക്ക് റസൂലുള്ളാഹിയുടെ പത്നിയെക്കുറിച്ച് പരിപൂർണമായൊരു സദ്വിചാരമായിരുന്നു എന്ന് ചരിത്രം പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും. മഹദിയായ സൈനബ് ബിൻത് ജഹ്ഷ് റളിയല്ലാഹു അൻഹയോട് ചോദിക്കുന്നുണ്ട്, എന്താണ് ഈ വിഷയത്തിൽ നിങ്ങൾക്ക് പറയാനുള്ളത്? ആ സമയത്ത് അവർ പറയുന്നത്, വല്ലാഹി മാ അലിംതു ഇല്ലാ ഖൈറ. ആയിഷ റളിയല്ലാഹു അൻഹയുടെ വിഷയത്തിൽ ഖൈറല്ലാത്തതൊന്നും എനിക്കറിയുകയില്ല, നല്ല കാര്യങ്ങൾ മാത്രം ചെയ്ത് ജീവിച്ചിരുന്നൊരു മഹദിയായിരുന്നു എന്നുള്ളൊരു മറുപടിയാണ് അബൂ അയ്യൂബ് അൽ അൻസാരി റളിയല്ലാഹു അൻഹുവിനോട് അവിടുത്തെ പത്നി ചോദിക്കുന്നത്, യാ അബാ അയ്യൂബ് അമാ തസ്മഉ മാ യഖൂലു നാസു ഫി ആയിഷ. ആയിഷ റളിയല്ലാഹു അൻഹയുടെ വിഷയത്തിൽ ജനങ്ങൾ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ അറിയുന്നില്ലേ അബൂ അയ്യൂബ് എന്ന് ചോദിച്ചപ്പോൾ അബൂ അയ്യൂബ് അൽ അൻസാരി റളിയല്ലാഹു അൻഹു പറഞ്ഞ മറുപടി, അകുൻതി ഫാഇലതൻ ദാലിക യാ ഉമ്മ അയ്യൂബ്. അത്തരത്തിലുള്ള കാര്യം ഇന്ന് ജനങ്ങൾ പ്രചരിപ്പിക്കുന്ന രൂപത്തിലുള്ള ഒരു കാര്യം ഉമ്മ അയ്യൂബ് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ചെയ്യുമോ എന്നുള്ളൊരു കാര്യം ചോദിച്ചു. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, ആയിഷ റളിയല്ലാഹു അൻഹ വല്ലാഹി ഖൈറും മിൻകി. അത് നിങ്ങളെക്കാളും ഇത്രയോ ഉത്തമമായ സ്ത്രീയാണ്. അവരിൽ നിന്ന് ആ രൂപത്തിൽ മുനാഫിഖീങ്ങൾ പ്രചരിപ്പിക്കുന്ന രൂപത്തിലുള്ള ആ ഒരു വിചാരങ്ങളോ അത്തരത്തിലുള്ള സംഭവങ്ങൾ നടക്കുകയില്ല, സംഭവിക്കുകയില്ല എന്ന് മഹാനായ അബൂ അയ്യൂബ് അൽ അൻസാരി റളിയല്ലാഹു അൻഹു പറയുകയാണ്. സഹോദരങ്ങളെ, ഈ ഒരു പ്രചാരണം മദീനയിൽ കാട്ടുതീ പോലെ പടർന്നപ്പോഴും ആയിഷ റളിയല്ലാഹു അൻഹ ഇതിനെക്കുറിച്ച് അറിഞ്ഞിട്ടില്ല. അവർ മദീനയിലേക്ക് എത്തി. ഇതിനു ശേഷം ശക്തമായ ഒരു അസുഖം അവരെ പിടികൂടി. ഏകദേശം ഒരു മാസക്കാലം ആയിഷ റളിയല്ലാഹു അൻഹ അവർ അസുഖം ബാധിച്ചുകൊണ്ട് കിടപ്പിലായിരുന്നു എന്നുള്ളതാണ്. ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, ഞാൻ രോഗിയായിക്കൊണ്ട് കിടക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എൻ്റെ അടുക്കിലേക്ക് വരും, എന്നെ കാണാൻ വരും. പക്ഷേ മുമ്പുണ്ടായിരുന്ന രൂപത്തിലായിരുന്നില്ല അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഒരു സമീപനം. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഒരു പെരുമാറ്റത്തിൽ ചില മാറ്റങ്ങൾ എനിക്ക് കാണാമായിരുന്നു എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാണ്. തുടർന്ന് അവരുടെ അസുഖങ്ങളെല്ലാം മാറിയപ്പോൾ ഉമ്മു മിസ്തഹ് റളിയല്ലാഹു അൻഹയുമായി കൊണ്ട് അവർ ഒന്ന് പുറത്തേക്ക് ഇറങ്ങുകയാണ്. ആ സമയത്ത് ഉമ്മു മിസ്തഹ് റളിയല്ലാഹു അൻഹ പറഞ്ഞു, തഇസ മിസ്തഹ്, മിസ്തഹിന് നാശമുണ്ട്. എന്തെല്ലാം കാര്യങ്ങളാണ് മിസ്തഹ് പറഞ്ഞ് പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന്. ഇത് കേട്ട ഉടനെ തന്നെ ആയിഷ റളിയല്ലാഹു അൻഹ അവരോട് പറയുന്നുണ്ട്, ബദറിൽ പങ്കെടുത്ത ഒരു സ്വഹാബിയെ കുറിച്ചാണോ ഉമ്മു മിസ്തഹ് നിങ്ങൾ ഇത്തരത്തിലുള്ള വാക്കുകൾ പറയുന്നത്? ആ സമയത്ത് ഉമ്മു മിസ്തഹ് റളിയല്ലാഹു അൻഹ മദീനയിൽ പടർന്ന് പന്തലിച്ച ആ ഒരു വാർത്തയെക്കുറിച്ച് അവർക്ക് അറിയിച്ചു നൽകുകയാണ്. അവർ ആ ഒരു വാർത്ത കേട്ടപ്പോൾ അവർ പൊട്ടിക്കരഞ്ഞു പോയി. വലിയ പ്രയാസമുണ്ടായി ആയിഷ റളിയല്ലാഹു അൻഹയ്ക്ക്. തുടർന്ന് അവർ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കിലേക്ക് പോയിക്കൊണ്ട് അവരുടെ വീട്ടിലേക്ക് പോകണമെന്നുള്ളൊരു അനുവാദം ചോദിക്കുന്നുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കണം സഹോദരങ്ങളെ, തൻ്റെ പവിത്രത പരിപൂർണമായി കൊണ്ട് ഒരു സംരക്ഷിച്ച, മറ്റുള്ള പുരുഷന്മാർ തൻ്റെ മുഖം പോലും കാണരുത് എന്നുള്ള രൂപത്തിൽ ഹിജാബ് ധരിച്ചിരുന്ന ഒരു സ്ത്രീയുടെ ജീവിതത്തിലേക്ക് ഇത്തരത്തിലുള്ള ഒരു ആരോപണങ്ങൾ കടന്നു വരുമ്പോൾ എത്രമാത്രം പ്രയാസം അവർക്കുണ്ടായിട്ടുണ്ടാകും. ആയിഷ റളിയല്ലാഹു അൻഹയ്ക്ക് വലിയ പ്രയാസമുണ്ടായി. ആയിഷ റളിയല്ലാഹു അൻഹ തുടർന്ന് അവരുടെ വീട്ടിലേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുവാദത്തോടു കൂടി പോകുന്നുണ്ട്. അതേസമയം അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് നാം മനസ്സിലാക്കുകയാണെങ്കിൽ അള്ളാഹുവിൻ്റെ റസൂലിനും വലിയ ഒരു പ്രയാസമുണ്ട്. എന്താണ് സംഭവിച്ചത് എന്ന് അള്ളാഹുവിൻ്റെ റസൂലിന് അറിയുകയില്ല. മദീനയിലാകട്ടെ ഈ ഒരു വാർത്ത ആളുകൾക്കിടയിൽ പ്രചരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇത് സത്യമാണോ അസത്യമാണോ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അറിയുകയില്ല. സ്വഹാബ വഹീകളാണെങ്കിൽ അള്ളാഹുവിൻ്റെ റസൂലിന് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇറങ്ങുന്നുമില്ല. ആ ഒരു സാഹചര്യത്തിൽ സ്വഹാബാക്കളുമായി കൊണ്ട് ശൂറ കൂടുകയാണ്. ഉസാമ റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു, ഉസാമ, എന്താണ് നിന്റെ അഭിപ്രായം ആയിഷയെ കുറിച്ച്? ഉസാമ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ലാ നഅലമു ഇല്ലാ ഖൈറൻ യാ റസൂലല്ലാഹ്. അല്ലാഹുവിൻ്റെ റസൂലെ, ആയിഷ റളിയല്ലാഹു അൻഹയെ കുറിച്ച് ഖൈറല്ലാത്തതൊന്നും എനിക്കറിയുകയില്ല എന്ന്. അലി റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചപ്പോൾ അലി റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, റസൂലെ, താങ്കൾക്കൊരു വിഷയമോ ഒരു ബുദ്ധിമുട്ടും അള്ളാഹു വരുത്തുകയില്ല. ഈ മദീനത്ത് ഒരുപാട് സ്ത്രീകളുണ്ട്. ഇനി അവരെക്കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ താങ്കൾക്ക്
അവിടുത്തെ വൃത്തിയായ ആയിഷ റളിയല്ലാഹു അൻഹയുടെ വൃത്തിയായ ബരീറ റളിയല്ലാഹു അൻഹയോട് ചോദിക്കാമെന്ന്. അങ്ങനെ ബരീറ റളിയല്ലാഹു അൻഹയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആയിഷ റളിയല്ലാഹു അൻഹയെ കുറിച്ച് ചോദിച്ചു. അവരും പറഞ്ഞത്, റസൂലെ, എനിക്ക് ആയിഷയെക്കുറിച്ച് ഒരു പരാതിയുമില്ല, അവർ നല്ലത് മാത്രം പ്രവർത്തിക്കുന്നൊരു സ്ത്രീയാണ് എന്നുള്ള രൂപത്തിലാണ് ബരീറ റളിയല്ലാഹു അൻഹ പറഞ്ഞത്. തുടർന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അടുത്ത ദിവസം ആയിഷ റളിയല്ലാഹു അൻഹയുടെ വീട്ടിലേക്ക് പോയി. ആയിഷ റളിയല്ലാഹു അൻഹയോട് സംസാരിക്കുകയുണ്ടായി. ഇന്നഹു ബലഗനി യാ ആയിഷ കദാ വകദാ, ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാമാണ് ഞാൻ അറിഞ്ഞിട്ടുള്ളത്. ആളുകൾ ഈ രൂപത്തിലെല്ലാം നിന്നെക്കുറിച്ചും സഫ്വാനെ കുറിച്ചും പറഞ്ഞ് പ്രചരിപ്പിക്കുന്നുണ്ട്. ഫഇൻ കുൻതി ബരീഅ, നീ അതിൽ നിന്നെല്ലാം മോചിതയാണെങ്കിൽ, അത്തരത്തിലുള്ള കാര്യങ്ങൾ നീ പ്രവർത്തിച്ചിട്ടില്ലെങ്കിൽ ഫസയുബരിഉകില്ല, അള്ളാഹു നിന്നെ സംരക്ഷിക്കും, അള്ളാഹു നിന്നെ അത്തരത്തിലുള്ള ആ കുപ്രചാരണത്തിൽ നിന്നും നിന്നെ ഒഴിവാക്കും. വഇൻ കുൻതി, ഇനി നീ എങ്ങാനും അത്തരത്തിലുള്ള കാര്യങ്ങൾ പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ ഫസ്തഗ്ഫിരില്ല, അള്ളാഹുവിനോട് നീ ഇസ്തിഗ്ഫാർ ചെയ്യണം, അള്ളാഹുവിനോട് നീ തൗബ ചെയ്ത് മടങ്ങണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആയിഷ റളിയല്ലാഹു അൻഹയോട് പറയുകയാണ്. ഇത് കേട്ടപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹയ്ക്ക് വലിയ പ്രയാസമുണ്ടായി. അവർ പറയുകയാണ്, കരഞ്ഞ് കരഞ്ഞ് കണ്ണുനീര് വരാത്ത രൂപത്തിലായി എൻ്റെ അവസ്ഥയെന്ന്. ആയിഷ റളിയല്ലാഹു അൻഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെ കുറിച്ച് ഒരു മോശപ്പെട്ട ഒരു വിചാരം അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ മനസ്സിലേക്ക് കടന്നുകൂടിയിട്ടുണ്ടോ എന്ന് അവർ ചിന്തിച്ചു. തൻ്റെ പിതാവായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, അജ്ബ് അന്നി, അള്ളാഹുവിൻ്റെ റസൂലിനോട് എനിക്ക് വേണ്ടി താങ്കൾ മറുപടി പറയണം, ഞാൻ നിരപരാധിയാണ് എന്ന്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആ സന്ദർഭത്തിൽ പറഞ്ഞു, അള്ളാഹുവിൻ്റെ റസൂലിനോട് ഞാൻ എന്ത് പറയാനാണ് മകളെ എന്ന്. ഉമ്മയോട് പറഞ്ഞു, ഉമ്മ, എനിക്ക് വേണ്ടി ഞാൻ നിരപരാധിയാണ് എന്ന് നിങ്ങൾ മറുപടി പറയണമെന്ന്. ഉമ്മയും അതേ മറുപടി പറഞ്ഞു. തുടർന്ന് ആയിഷ റളിയല്ലാഹു അൻഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, ജനങ്ങൾ പറഞ്ഞ് പ്രചരിപ്പിക്കുന്ന ആ കുപ്രചാരണങ്ങൾ നിങ്ങളുടെ മനസ്സിൽ ഒരിടം നേടിയിട്ടുണ്ട് എന്നുള്ളത് എനിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നെ ഈ കാര്യത്തിൽ നിന്നും, ഈ കുപ്രചാരണത്തിൽ നിന്നും അള്ളാഹു എന്നെ സംരക്ഷിക്കുമെന്നുള്ളൊരർത്ഥത്തിൽ ആയിഷ റളിയല്ലാഹു അൻഹ അള്ളാഹുവിൽ പരിപൂർണമായ തവക്കുലോടുകൂടി പറയുകയാണ്. തുടർന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആ വീട്ടിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ അള്ളാഹുവിൻ്റെ റസൂലിന് വഹി ലഭിക്കുകയാണ്. സൂറത്തു നൂറിലെ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ ഇന്നല്ലദീന ജാഊ ബിൽ ഇഫ്കി എന്ന് തുടങ്ങിയിട്ടുള്ള ആയത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിച്ചു. അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരായത്ത് ഇറക്കിയപ്പോൾ, അവതരിപ്പിച്ചപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആയിഷ റളിയല്ലാഹു അൻഹയോട് പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ആയിഷ, അള്ളാഹു നിനക്ക് ഒരു സന്തോഷ വാർത്ത അറിയിച്ച് നൽകിയിട്ടുണ്ട് എന്ന് പറഞ്ഞ് ആ ഒരു ആയത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇറക്കിയ ആ ഒരായത്ത് സന്തോഷപൂർവ്വം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെ ആയിഷ റളിയല്ലാഹു അൻഹയോട് പറയുകയാണ്. സഹോദരങ്ങളെ, ഈ ഒരു ചരിത്രത്തിൽ ഒരുപാട് ഗുണപാഠങ്ങളുണ്ട് നമ്മെ സംബന്ധിച്ചിടത്തോളം. പണ്ഡിതന്മാർ ഈ ഒരു ചരിത്രത്തിൽ നിന്നും ധാരാളം ഗുണപാഠങ്ങളാണ് നമുക്ക് പഠിപ്പിച്ച് നൽകുന്നത്. ഒന്നാമതായിക്കൊണ്ട് നാം മനസ്സിലാക്കേണ്ടത് ഗൈബായിട്ടുള്ള അദൃശ്യമായ കാര്യങ്ങൾ അറിയുന്നവൻ അല്ലാഹു സുബ്ഹാനഹു വ തആല മാത്രമാണ് എന്നുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കോ മറ്റാർക്കോ അദൃശ്യമായ കാര്യങ്ങൾ അറിയുവാൻ സാധിക്കുകയില്ല. ഈ ചരിത്രത്തിൽ നിന്ന് നമുക്ക് മനസ്സിലായി, മുനാഫിഖീങ്ങൾ കുപ്രചാരണങ്ങൾ പരിപൂർണമായി കൊണ്ട് പ്രചരിപ്പിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ റളിയല്ലാഹു അൻഹയോട് പോയി പറഞ്ഞ കാര്യം, അവിടെ അള്ളാഹുവിൻ്റെ റസൂലിന് അന്ന് നടന്ന കാര്യങ്ങൾ, സഫ്വാൻ റളിയല്ലാഹു അൻഹു സുരക്ഷിതമായിക്കൊണ്ട് ആയിഷ റളിയല്ലാഹു അൻഹയെ മദീനയിലേക്ക് എത്തിയ കാര്യങ്ങളൊന്നും അള്ളാഹുവിൻ്റെ റസൂലിന് മറഞ്ഞതായതുകൊണ്ട്, താൻ കാണാത്തതായതുകൊണ്ട് തന്നെ അറിയുവാൻ സാധിച്ചിട്ടില്ല. അതുകൊണ്ട് ഈ ചരിത്രത്തിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ട സുപ്രധാനമായൊരു പാഠം, ഗൈബിയായിട്ടുള്ള കാര്യങ്ങൾ അത് അള്ളാഹുവിന് മാത്രമേ അറിയുകയുള്ളൂ. അള്ളാഹു അറിയിച്ച് നൽകാത്ത, അള്ളാഹു പറഞ്ഞു കൊടുക്കാത്ത, അള്ളാഹു വഹിയായിക്കൊണ്ട് അവതരിപ്പിച്ച് നൽകാത്ത ഗൈബിയായ കാര്യങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക്
അറിയുവാൻ സാധിക്കുകയില്ല. വിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറയുന്നുണ്ട്, പ്രവാചകരെ താങ്കൾ പറയണം, ആകാശത്തും ഭൂമിയിലുമായി കൊണ്ട് ഗൈബിയായ കാര്യങ്ങൾ അള്ളാഹുവിനല്ലാതെ മറ്റാർക്കും അറിയുകയില്ല എന്ന്. ഒരിക്കൽ ആയിഷ റളിയല്ലാഹു അൻഹയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നുണ്ട്, യാ ആയിഷ, 3 കാര്യങ്ങൾ ആരെങ്കിലും വാദിക്കുകയാണെങ്കിൽ ഫഖദ് അഅളമ അലല്ലാഹിൽ ഫിദിയ, അവൻ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിഷയത്തിൽ വലിയ അപരാധമാണ് പറഞ്ഞിട്ടുള്ളത് എന്ന്. തുടർന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, മൻ സഅമ അന്ന മുഹമ്മദിൻ യുഖ്ബിറു ബിമാ ഫീ ഗദിൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നാളെ നടക്കുന്നൊരു കാര്യത്തെക്കുറിച്ച് അറിയുമെന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഭാവിയിൽ നടക്കുന്നൊരു കാര്യത്തെക്കുറിച്ച് പറയുമെന്ന് ആരെങ്കിലും വാദിക്കുകയാണെങ്കിൽ ഫഖദ് അഅളമ അലല്ലാഹിൽ ഫിദിയ, അള്ളാഹുവിൻ്റെ മേൽ വലിയ അപരാധമാണ് അവൻ പറഞ്ഞിട്ടുള്ളത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആയിഷ റളിയല്ലാഹു അൻഹയോട് പറയുകയാണ്. അതുകൊണ്ട് ഗൈബിയായ കാര്യങ്ങൾ റബ്ബ് മാത്രം അറിയുകയുള്ളൂ, അത് അള്ളാഹുവിൻ്റെ അടുക്കലുള്ളതാണ് എന്നുള്ളത് നാം കൃത്യമായിക്കൊണ്ട് മനസ്സിലാക്കണം. രണ്ടാമതായിക്കൊണ്ട് നാം മനസ്സിലാക്കേണ്ട വിഷയം ആവശ്യമുള്ള കാര്യങ്ങളിൽ മാത്രം ഇടപെടുക എന്നുള്ളതാണ്. നമ്മുടെ നാട്ടിൽ പല രൂപത്തിലുള്ള വാർത്തകളും പ്രചരിക്കുന്നുണ്ടാകും. ആ വാർത്തകൾ പ്രചരിക്കുമ്പോൾ ആവശ്യമുള്ളതാണോ, ആവശ്യമുള്ളതിൽ മാത്രം ഇടപെടുവാൻ നാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. പ്രത്യേകിച്ചും വ്യഭിചാരോപണങ്ങൾ നടക്കുന്ന സമയത്ത്, വ്യഭിചാരോപണം നമ്മുടെ നാട്ടിൽ അല്ലെങ്കിൽ നമ്മുടെ പരിചയത്തിൽ ആളുകൾ പറയുന്നുണ്ടെങ്കിൽ അതിലൊന്നും സഹോദരങ്ങളെ സത്യസന്ധത അറിയാത്ത ഒരു സാഹചര്യത്തിൽ നാം അതിൽ ഏർപ്പെടരുത്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സബ്ഉൽ മൂബിഖാത്ത്, 7 വൻപാപങ്ങളെക്കുറിച്ച് നമുക്ക് പഠിപ്പിച്ചു നൽകുമ്പോൾ അതിൽ 7ാമതായിക്കൊണ്ട് പറഞ്ഞ കാര്യമാണ് ഖദ്ഫുൽ മുഹ്സനാത്ത്, പതിവ്രതകളായ സ്ത്രീകളെക്കുറിച്ച് ആരോപണങ്ങൾ നടത്തുക എന്നുള്ളത് അള്ളാഹുവിൻ്റെ അടുക്കൽ ഏറ്റവും വലിയ പാപമാണ് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു നൽകിയിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു തന്ന മറ്റൊരു ഹദീസിൽ കാണാം, മിൻ ഹുസ്നി ഇസ്ലാമിൽ മർഇ തർക്കുഹു മാ ലാ യഅനി, ആവശ്യമില്ലാത്ത കാര്യത്തിൽ നിന്ന് വിട്ടുനിൽക്കലാണ് ഒരു മുസ്ലിം ചെയ്യേണ്ടത്. ഒരു മുസ്ലിമിൻ്റെ ഏറ്റവും നല്ല ഒരു ക്വാളിറ്റി, അവൻ്റെ ഏറ്റവും നല്ല ദീനിൻ്റെ ഒരു ഭാഗമെന്ന് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു നൽകി. 3ാമതായിക്കൊണ്ട് നാം മനസ്സിലാക്കേണ്ടത് ആയിഷ റളിയല്ലാഹു അൻഹയുടെ തവക്കുലാണ് എന്നുള്ളതാണ്. ആയിഷ റളിയല്ലാഹു അൻഹയ്ക്ക് പരിപൂർണമായൊരു വിശ്വാസമുണ്ടായിരുന്നു തൻ്റെ വിഷയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നിരപരാധിത്വം തെളിയിച്ചു കൊണ്ടൊരു കാര്യം റസൂലുള്ളാഹിക്ക് അറിയിച്ചു കൊടുക്കുമെന്ന്. ആ സുദീർഘമായ ഒരു ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വഹി ലഭിച്ച സമയത്ത് ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാണ്, എൻ്റെ നിരപരാധിത്വം തെളിയിച്ചുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല വല്ല സ്വപ്നം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കാണിച്ചു കൊടുക്കുമെന്നാണ് ഞാൻ കരുതിയിരുന്നത്. പാരായണം ചെയ്യപ്പെടുന്ന 16ഓളം ആയത്തുകൾ അള്ളാഹു അവതരിപ്പിക്കുമെന്ന് ഞാൻ കരുതിയിട്ടുണ്ടായിരുന്നില്ല എന്നുള്ളത്. ഏതായാലും ആയിഷ റളിയല്ലാഹു അൻഹയ്ക്ക് അള്ളാഹു തൻ്റെ വിഷയത്തിൽ നിരപരാധിത്വം തെളിയിക്കുമെന്നുള്ള ഒരു തവക്കുൽ അവർക്കുണ്ടായിരുന്നു. സഹോദരങ്ങളെ, ജീവിതത്തിൽ തവക്കുലുണ്ടാകണം. അള്ളാഹു സുബ്ഹാനഹു വ തആലയിൽ വരമേൽപ്പിച്ചുകൊണ്ട് ജീവിക്കുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പോൾ നാം പറഞ്ഞു വരുന്നത് ആയിഷ റളിയല്ലാഹു അൻഹയുടെ ഒരു പ്രത്യേകതയാണ്, അവരുടെ വിഷയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകമായ ഒരു ചില ആയത്തുകൾ അവതരിപ്പിച്ചു എന്നുള്ളത്. ഇൻഷാ അല്ലാഹ് ഇനി അടുത്ത ക്ലാസ്സുകളിൽ മറ്റ് പ്രത്യേകതകളും ശ്രേഷ്ഠതകളും നമുക്ക് മനസ്സിലാക്കാം. കൂടുതൽ അള്ളാഹുവിൻ്റെ ദീന് പഠിക്കുവാനും അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.